പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 10ാമത്തെ ചാപ്റ്റർ ആണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ചാപ്റ്റർ, കേന്ദ്ര ഭരണ നിർവഹണം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ടാണ്. അതിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷമുള്ള ബാച്ചിലൊക്കെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സിലബസിൻ്റെ 60% മാത്രം പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകൾ മാറ്റണം. പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 20 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ചോയ്സ് ഉണ്ടാവും. അതിൽ നമുക്ക് ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, വൺ വേർഡ് ആൻസർ ഉണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് ആൻസർ ചെയ്താണ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. നമുക്ക് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഗൈഡിൽ നിന്ന് പെട്ടെന്ന് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അതിൽ ഓരോ ചാപ്റ്ററിൻ്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റെഫർ ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യൻസ് ആൻസറാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഓൾഡ് രീതിയിലുള്ള ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. 2023 വരെ അഡ്മിഷൻ എടുത്തവർക്ക് അവർ പഠിക്കേണ്ട ക്ലാസ്സുകളും മറ്റുള്ളതൊക്കെ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ന്യൂ സിലബസിലുള്ളതും നമ്മുടെ അവൈലബിൾ ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ കോച്ചിങ് കൂടിയാണ് നമ്മൾ നൽകുന്നത്. പരമാവധി വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. ആൻസർ കിട്ടാത്തവർ മാത്രം മലയാളത്തിൽ എഴുതാം. 2 മാർക്കും 3 മാർക്കും 5 മാർക്കും ഒക്കെ നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരും. 10 ദ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ദ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രധാനമന്ത്രിയാണ്. രണ്ടാമത് പോർട്ട്ഫോളിയോ ഓഫ് ദി മിനിസ്റ്റർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് റീഫേർഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ ആണ്. മൂന്നാമത് മീറ്റിംഗ് ഓഫ് ദി ക്യാബിനറ്റ് ആർ പ്രസിഡന്റ് ഓവർ ബൈ ദി പ്രൈം മിനിസ്റ്റർ ആണ്. ക്യാബിനറ്റ് മീറ്റിംഗും തീരുമാനിക്കുന്നതൊക്കെ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്, പ്രധാനമന്ത്രിയാണ്. നാലാമത്തെ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി പ്രസിഡന്റ് ആർ എക്സസൈസ്ഡ് ബൈ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആണ്. എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി പ്രസിഡന്റ് എക്സൈസ് ചെയ്തിരിക്കുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആണ്. ഇനി അടുത്തത് ലോകസഭ ക്യാൻ ബി dissolved by the president on the written request of the cabinet ആണ് ഇതിന്റെ ആൻസർ. ആറാമത് പ്രസിഡന്റ് അഡ്രസ് ടു പാർലമെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി യൂണിയൻ ക്യാബിനറ്റ് ആണ് ഇതിന്റെ ആൻസർ. ഏഴാമത് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു ദി യൂണിയൻ ക്യാബിനറ്റ് ആണ്. എട്ടാമത് മിനിമം ഏജ് ഓഫ് പ്രസിഡന്റ് ആകാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ 35 ഇയർ ആണ്, 35 വയസ്സാണ്. 9ാമത് പ്രസിഡന്റ് കാൻഡിഡേറ്റ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോകസഭ മെമ്പർ ആയിരിക്കണം, ലോകസഭയിൽ അംഗമായ ഒരാളായിരിക്കണം. 10ാമത് മെമ്പർ ഓഫ് ഡേഷ് ഹൗസ് ആർ നോട്ട് മെമ്പർ ഓഫ് ഇലക്ടറൽ കോളേജ്, മെമ്പർ ഓഫ് വിധാൻ പരിഷത്താണ് വരുന്നത്. ഹൗസ് ആർ നോട്ട് മെമ്പർ ഓഫ് ഇലക്ടറൽ കോളേജ് എന്നാണ് വരുന്നത്. ഇത്രയാണ് വൺ വേർഡ് വരുന്നത്. ഇനി തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ക്ലാസ്സുകളും വിവിധ വിഷയങ്ങളുടെ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അവതരിപ്പിക്കും. NISന്റെ SSLC +2 അതേപോലെ തന്നെ 1 മാസം കൊണ്ടാണ് NISന്റെ SSLC +2 നമ്മൾ നൽകുന്നുണ്ട്, 2 മാസം കൊണ്ട് നൽകുന്നുണ്ട്, 3 മാസം കൊണ്ട് നൽകുന്നുണ്ട്, 6 മാസം കൊണ്ട് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ബോസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ രീതിയിൽ നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതി SSLC പാസ്സാക്കാനുള്ള സംവിധാനം നമ്മൾ നൽകുന്നുണ്ട്. വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനും ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും നൽകുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാവുന്നതാണ്. പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റു വിവരങ്ങൾക്കും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.